അമ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു നേട്ടം കൈവരിച്ച സ്ത്രീക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ശ്വേത മേനോൻ വലിയ വാശിയേറിയ ഒരു മത്സരത്തിനൊടുവിൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കൊടുവിലൊക്കെ തന്നെ അമ്മയുടെ അമ്മയായി ശ്വേത മേനോൻ എത്തിയിരിക്കുകയാണ്. ശ്വേതയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇനി എന്താണ് ശ്വേത അമ്മയിൽ എന്തൊക്കെ മാജിക്കാണ് ചെയ്യാൻ പോകുന്നതെന്നാണ്, എന്തൊക്കെ മാജിക്കാണ് കാണുക? സന്തോഷം മാത്രം. ഇതൊരു ഫാമിലിയാണ്, ചെറിയൊരു ഫാമിലി അല്ലേ. അപ്പോൾ ഒന്നും നെഗറ്റീവായിട്ട് ഒരു അജണ്ടയും ഇല്ല. അപ്പോൾ നമ്മളൊരു മീറ്റിംഗ്, ഒഫീഷ്യലായിട്ട് ഒരു മീറ്റിംഗ് നമ്മൾ കൂടി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചർച്ച, എങ്ങനെ നമുക്കിത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പ്രശ്നമുണ്ട്, അത് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ജസ്റ്റ് ഒരു അൺഒഫീഷ്യൽ മീറ്റിങ്ങിൽ. എജൻഡ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ല. സന്തോഷം. കുറേ ഒരു 1.5 മാസമായിട്ട് ദിസ് വാസ് ദ മോസ്റ്റ് ടഫസ്റ്റ്. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂളോ കോളേജോ അങ്ങനത്തെ സമയത്ത് ഒന്നും ഞാനിങ്ങനെ മത്സരിച്ചിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ദിസ് വാസ് ദ മോസ്റ്റ് ടഫസ്റ്റ് തിങ്. വെരി ടഫ്. ബിക്കോസ് നമ്മുടെ തലപ്പത്തിൽ നമ്മളുടെ പേട്രൻസ് ഇല്ലാത്തതിൻ്റെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടു. ഇനി അങ്ങോട്ടും ആ ബുദ്ധിമുട്ട് അനുഭവിക്കും തോന്നണം, അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാൻ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറായിട്ട് എന്താ പറയുക, ബോധത്തോടെ തന്നെയാണ് ഞാനിവിടെ ഉള്ളത്. ആൻഡ് അമ്മ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് വികാരമാണ്, എൻ്റെ ഇമോഷനാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഞാൻ ഇതേ സമയത്ത് ഞാൻ ബോളിവുഡ് ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്. അപ്പോൾ എനിക്കറിയാം അമ്മ ചെയ്യുന്ന ഒരുപാട് മഹത്തായ കാര്യങ്ങൾ അത് ഒരുപാട് ഓർഗനൈസേഷൻസ് ചെയ്യണില്ല. സോ ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചാരിറ്റി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ കിട്ടുകയാണ് ചെയ്യാൻ. അതൊരു വലിയ കാര്യമല്ലേ. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യമാണ്, അമ്മയും കൊണ്ട് അമ്മയിലെ ഈ പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഗുണം, നാട്ടിലെന്താ കാര്യം? പക്ഷേ അമ്മയിൽ ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങൾ ഇപ്പോൾ ശ്വേത പറഞ്ഞ പോലെ നടക്കുന്നുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അല്ല, നമുക്ക് എന്തൊക്കെയാണ് മീഡിയയിൽ പറയേണ്ടത് എന്നുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ ബയോയിൽ ഉണ്ട്. പക്ഷേ എവിടേക്കോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ബയോയിൽ അറിയില്ല. നമ്മളുടെ ഇത് ഗവൺമെൻറ് ബോഡിയല്ല, പ്രൈവറ്റ് ബോഡിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ ജനറൽ ബോഡിയിലാണ് എല്ലാം ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ മീഡിയാൻ്റെ ഈ പ്രാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ബെസ്റ്റ് തിങ് ഐ ക്യാൻ സേ. സോ ഐ വോണ്ട് ടു സേ താങ്ക് യു ടു ഓൾ. സിനിമാ മോഡലിൽ പറയുകയാണെങ്കിൽ ശ്വേതയുടെ ഒരു സസ്പെൻസ് ആയിരുന്നു. അല്ല, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു നോമിനേഷൻ കൊടുക്കില്ല. കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ നോമിനേഷൻ കൊടുത്തു എന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശ്വേതയുടെ ഒരു വന്നപ്പോൾ മാത്രം. ഞാൻ ലാസ്റ്റ് അതെന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം? എക്സാക്ട്ലി 7 മിനിറ്റ് മുമ്പെയാണ് ഞാൻ എൻ്റെ നോമിനേഷൻ കൊടുക്കുന്നത്. 3:53 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സമയം. 3:53. അതും ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. ഞാൻ ഇതിൻ്റെ തലപ്പത്ത് വന്നാൽ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, ഇപ്പോൾ ഈ അമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്ന കുറച്ച് ചീത്തപ്പേരുകൾ മാറ്റാൻ കഴിയുമെന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നോ ആ ഒരു ചുവടുവയ്പ് നടത്തിയത്? ഞാനിപ്പോൾ എന്താ പറയുക, ഓർഗനൈസേഷനിൽ ഓഫീസിൽ കയറിയിട്ടുമില്ല. പക്ഷേ ബേബി സ്റ്റെപ്സ് എടുക്കാൻ എനിക്കറിയാം. കുറേ കാര്യങ്ങൾ, കുറേ കല്ലും മുള്ളും കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ലെറ്റ് മീ ടേക്ക് ബേബി സ്റ്റെപ്പ്. എന്തായാലും നല്ല കാര്യമേ ചെയ്യുള്ളൂ. ശ്വേതയുടെ ഒപ്പം തന്നെയുള്ള ഒരുപാട് സഹപ്രവർത്തകർ ഒരുപാട് ദുഃഖിച്ച് പുറത്തു പോകേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട് അമ്മയിൽ നിന്ന്. അവരെയും കൂടി ഒപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. അവരെല്ലാവരും എന്നെ പേഴ്സണലി ആയിട്ട് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് താങ്ക് യു. ഞാൻ എന്താ പറയുക, രേവതി ചേച്ചി, റീമ കല്ലിങ്കൽ, പിന്നെ എന്താ പറയുക അഞ്ജലി മെനൻ, ഒരുപാട് ആൾക്കാർ ആക്ച്വലി എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നെ സപ്പോർട്ട് തന്നിട്ട്. ഇന്ന് രാവിലെ രേവതി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു സേ അവരെല്ലാവരും രേവതി ചേച്ചി അങ്ങനെ അമ്മ മെമ്പറാണല്ലോ. സോ അവരെല്ലാവരും അവരുടെ തറവാടാണ്, നമ്മുടെ തറവാടാണ്. അവർ ആർക്ക് വേണമെങ്കിൽ വരാമല്ലോ. അവരെല്ലാവരും മെമ്പേഴ്സ് അല്ലേ. അവർ ക്ഷണിക്കുമോ? ഓഫ് കോഴ്സ്, പ്ലീസ് കം. ഐ വോണ്ട് യു ടു കം ബാക്ക്, കം ടു ഹോം. ഒപ്പം തന്നെ ഈ മെമ്മറി കാർഡ് വിവാദം വലിയ വിഷയമായിരുന്നു ഈ പ്രചാരണ സമയത്തൊക്കെ. അതിൽ ഒരു കൃത്യമായ തീരുമാനം വേണം, അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയതെന്ന് ഉഷാ ഹസീന പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ. അതിലെന്തായിരിക്കും ഒരു നടപടി? അത് നമ്മൾ അടുത്ത എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ അത് തീരുമാനിച്ച് അതിൻ്റേതായ എന്തായാലും അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്തായാലും നമ്മൾ കണ്ടെത്തും. ഇതിൽ ശ്വേതയും ഒരുപാട് പ്രതിസന്ധിയിലായിരുന്നു. ഒരു കേസൊക്കെ വന്നപ്പോൾ ശ്വേതയ്ക്കെതിരെ ഒരു ആക്രമണം നേരിട്ട് വന്നു. അങ്ങനെ ഒരു ഇതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ്? തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് പിന്നിൽ നിന്നുള്ള റെഡിയായിരുന്നു. എനിക്കറിയില്ല പിന്നിൽ നിന്നാണോ മുമ്പിൽ നിന്നാണോ, പക്ഷേ എല്ലാ സൈഡിൽ നിന്നാണ് കിട്ടിയത് എനിക്ക്. ബിക്കോസ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഫാമിലി വരെ എത്തിയപ്പോഴാണ് എനിക്കത് ഭയങ്കര. പക്ഷേ ഇതിനാണ് ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു. ആരെങ്കിലുമൊക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ ഭയക്കുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഒരു പിടിവള്ളി വിട്ടു പോകുന്നു എന്ന് തോന്നുന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു കേസ് വന്നത്?
അറിയില്ല. ഹാവ് നത്തിങ് ടു സേ ഓൺ ദാറ്റ്. എന്തായാലും കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെതായ രീതി എന്തായാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. അമ്മയുടെ നേതൃപദവിയിൽ ഇരുന്നുകൊണ്ട് ശ്വേതാ മേനോന്. ക്യാമറാമാൻ ജിതിനൊപ്പം സൈഫിന് സാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.